കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ കേസ് പരിഗണിച്ചപ്പോൾ എതിർത്തു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. കേസിന് പ്രാരംഭഘട്ടത്തിലാണ്. അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. സാങ്കേതികമായ എതിർപ്പ് മാത്രമാണെന്ന് BJP നേതാക്കൾ അവകാശപ്പെടുന്നു. നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം കേസ് ഡയറി ഹാജരാക്കുകയും ചെയ്തിരുന്നു. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. അനൂപ്, ഇത് എന്താണ് നിലപാടെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം? ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ നൽകി ഉറപ്പ് അപ്പോൾ എങ്ങനെയെന്നുള്ളതാണ്. സാങ്കേതികപരമായിട്ട് ജാമ്യത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അനൂപിനൊപ്പം ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം, പ്രതികരണം ഈ വിഷയത്തിൽ തേടാം. അക്ഷയ, നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം, പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ എതിർത്തു. അവർ പറഞ്ഞ കാര്യം കേസ് പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഈ രണ്ട് പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം നൽകരുത് എന്നാണ്. ഇത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ കേസ് വന്നപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പുന്നയിച്ചത്. അതിലൊന്ന് ഈ മതമാറ്റ ശ്രമം ഉണ്ടായി എന്നൊക്കെയായിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ ആദ്യം ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. പ്രോസിക്യൂഷൻ എതിർത്തു എന്ന വിവരം വരുന്നു കോടതിയിൽ. വളരെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് NIA കോടതിയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്ന് വെച്ചാൽ, ആഭ്യന്തരമന്ത്രി തന്നെ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞത് ഇത് ഒരു തെറ്റായ കേസാണ്. അപ്പം ഞങ്ങൾ ജാമ്യം കിട്ടി എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ ഇരുന്നത്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ഇന്നലെ തന്നെ വേണമെങ്കിൽ കിട്ടും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു, കബ് തക് മിലേഗ, ഹിന്ദി ചോദിച്ചു. അപ്പോൾ കൽ തക് മിലേഗ എന്ന് വെച്ചാൽ നാളേക്കുള്ളിൽ കിട്ടും എന്ന് സ്പഷ്ടമായിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു. ഞാനല്ലേ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിച്ചല്ലേ. അതായത് ഈ ബെയില് മൂവ് ചെയ്തോളൂ, അത് മാത്രമല്ല ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്വാധീനത്തിലുള്ളൊരു അഭിഭാഷകന്റെ പേരും കൂടി അദ്ദേഹം പറഞ്ഞു. അതെല്ലാം നോക്കുന്നുണ്ട്. എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള വൈഷമ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിലപാടുകൾ കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ഓഫ് ദ റെക്കോർഡ് ആണെങ്കിൽ പോലും ഞാൻ പറയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. ഇത്രയൊക്കെ അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും ചില അസ്വസ്ഥതകളുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന, ഇപ്പം ഞങ്ങളിവിടെ ഛത്തീസ്ഗഡിൽ ദുർഗിൽ നിൽക്കുമ്പോൾ ഇവിടെ തീവ്ര വലതുപക്ഷ സംഘടനകൾക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെയാണ്. ഇവരെ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിൽ തന്നെ ഇടണം, അവരെ അങ്ങനെ പെട്ടെന്ന് പുറത്ത് വിടില്ല. ഇത് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനും കന്യാസ്ത്രീകൾക്കും ഒക്കെ വലിയൊരു മുന്നറിയിപ്പായിരിക്കണമെന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് എടുത്തിരിക്കുന്ന സമീപനം ഒരു ചതിയാണ് യഥാർത്ഥത്തിൽ. ഇത് ചെറിയൊരു സംഭവമല്ല. മാത്രമല്ല, ഇത് സാധാരണ രീതിയിൽ കേസ് വരുമ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കാറുണ്ട്. എത്രയോ കേസുകളിൽ പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. എത്രയോ കേസുകളിൽ ഇപ്പം BJPയുടെയും സംഘ് പരിവാറിൻ്റെയും ആൾക്കാർ പ്രതികളായിട്ടുള്ള കേസുകൾ ഇവിടെയുള്ള ആൾക്കാർ എതിർത്തിട്ടില്ല. അല്ല, അവർ പറയുന്ന ഒരു കാര്യം ഒരു വൺ ലൈൻ എതിർപ്പാണ്. അത് ഇതാണ്, അതായത് എന്താണ് എന്തായാലും വലിയ ചതിയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ജോൺ ബ്രിട്ടാസ് MP പറയുന്നു.